കൽക്കി 2898 ADയിലെ ക്യാപ്റ്റൻ ദുൽഖർ സൽമാന്റെ ക്യാരക്ടർ പോസ്റ്റർ എത്തി. വിജയ് ആന്റണി നായകനാകുന്ന മഴയെ പിടിക്കാത്ത മനിതൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ എത്തി. ഫോർ മ്യൂസിക്കിന്റെ സംഗീതത്തിൽ സമാധാന പുസ്തകത്തിലെ ഗാനമിത പ്രേക്ഷകരിലേക്ക്. കാർത്തിക് സുബ്ബരാജിന്റെ സൂര്യ ചിത്രത്തിൽ മലയാളികളുടെ പ്രിയതാരം കൂടി എത്തി. ഗംഭീര അഭിപ്രായങ്ങളുമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന പ്രഭാസ് നാഗശ്വിൻ ചിത്രം കൽക്കി 2898 ADയിലെ ദുൽഖർ സൽമാന്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തു. ക്യാപ്റ്റൻ എന്നാണ് താരത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. തീനാളങ്ങൾക്കരികിൽ കരയുന്ന കുഞ്ഞിനെയും കയ്യിലേന്തി നിൽക്കുന്ന ദുൽഖറിനെ പോസ്റ്ററിൽ കാണാം. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് നിർമ്മിച്ച ഈ ബ്രഹ്മാണ്ഡ ചിത്രം വേഫെയറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത്. 2024 ജൂൺ 27 തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രം രണ്ടാം ദിനത്തിൽ ആകെ മൊത്തം 298.5 കോടി സ്വന്തമാക്കിയിരുന്നു. വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് പ്രീ ബുക്കിംഗിലൂടെ തന്നെ വലിയ തുക ബോക്സ് ഓഫീസിൽ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ മിത്തോളജിയിൽ വേരൂന്നി പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷനാണ് കൽക്കി 2898 AD. കാശി, കോംപ്ലക്സ്, ശംഭാള എന്നീ 3 ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ 3101 മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ AD 2898 സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത്. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിജയ് ആന്റണി നായകനാകുന്ന പുതിയ ചിത്രമാണ് മഴയെ പിടിക്കാത്ത മനിതൻ. വിജയ് മിൽട്ടൺ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ അണിയറക്കാർ പുറത്തുവിട്ടു. 2 മിനിറ്റ് 35 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് പുറത്തെത്തിയിരിക്കുന്നത്. ശരത് കുമാർ, സത്യരാജ്, മേഘ ആകാശ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കന്നഡ സിനിമയിലെ 2 ശ്രദ്ധേയ താരങ്ങളുടെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് ഈ ചിത്രം. ധനഞ്ജയും പൃഥ്വി അമ്പാറുമാണ് അത്. ശരണ്യ പൊൻവണ്ണൻ, മുരളി ശർമ്മ, തലേവാസൽ വിജയ്, സുരേന്ദർ ഠാക്കൂർ, പ്രണീതി, രമണ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ക്യാപ്റ്റൻ വിജയകാന്തിനുള്ള ആദരമാണ് ഈ ചിത്രമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2021 ഈ ചിത്രം ആരംഭിക്കുമ്പോൾ വിജയകാന്ത് സാറിനെ അഭിനയിപ്പിക്കണമെന്നായിരുന്നു തങ്ങൾക്ക്. അതിനായി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണം അത് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം AI ടെക്നോളജി വഴിയെങ്കിലും അദ്ദേഹത്തെ സ്ക്രീനിൽ എത്തിക്കാൻ തങ്ങൾ ശ്രമിച്ചിരുന്നു. അദ്ദേഹം സിനിമയിൽ വേണമെന്ന് അത്രയ്ക്കുമുണ്ടായിരുന്നു ആഗ്രഹം. തങ്ങൾക്ക് പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം അത് നടന്നില്ല. അതിനാൽ സത്യരാജ് സാറിനെ ആ റോളിലേക്ക് കാസ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് നിർമ്മാതാവ് ധനഞ്ജയൻ പറയുന്നത്. ഡാമൻദിയുലാണ് സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു തമിഴ് സിനിമ ആദ്യമായാണ് ഇവിടെ ചിത്രീകരിച്ചത്. യോഹാൻ, നബീഷ്, ധനുഷ്, ഇർഫാൻ, ശ്രീലക്ഷ്മി, ട്രിനിറ്റി തുടങ്ങി നിരവധി പുതുമുഖ താരങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി രവീഷ് നാഥ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സമാധാന പുസ്തകം. ചിത്രത്തിന്റെ ഒരു ഗാനം അണിയറക്കാർ ഇപ്പോൾ പുറത്തുവിട്ടു. ടിറ്റോ പി തങ്കച്ചൻ എഴുതിയ വരികൾക്ക് ഫോർ മ്യൂസിക് സംഗീതം പകർന്ന് ഭദ്ര രജൻ ആലപിച്ച പണ്ടൊരു നാട്ടിലൊരു എന്ന് ആരംഭിക്കുന്ന ഗാനമാണ് റിലീസായത്. സിഗ്മ സ്റ്റോറീസിന്റെ ബാനറിൽ നിസാർ മംഗലശ്ശേരി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ പുതുമുഖ താരങ്ങൾക്കൊപ്പം സിജു വിൽസൺ, ജെയിംസ് ഏലിയ, മാത്യു തോമസ്, മേഘനാഥൻ, VK ശ്രീരാമൻ, പ്രമോദ് വലിയനാട്, ദിലീപ് മേനോൻ, ലിയോണ ലിഷോയ്, വീണ നായർ തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നുണ്ട്. ജോആൻ ജോ 18+ എന്നീ ചിത്രങ്ങളുടെ കോ റൈറ്ററായ രവീഷ് നാഥാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. സൂര്യ ആരാധകർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രമാണ് കങ്കുവ. സിരത്തെ ശിവ സംവിധാനം ചെയ്യുന്ന ഈ ഫാന്റസി ആക്ഷൻ ചിത്രം ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഒന്നാണ്. കങ്കുവയ്ക്ക് ശേഷം എത്തുന്ന സൂര്യ ചിത്രവും ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. സംവിധായകനാണ് അതിന് കാരണം. പേട്ടയും ജിഗർത്തണ്ടയും ഒക്കെ ഒരുക്കിയ കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അത്. മലയാളത്തിൽ നിന്ന് 2 പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ജയറാമും ജോജു ജോർജുമാണത്. ഇപ്പോഴിതാ ചിത്രത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ജോജു. ഇൻസ്റ്റഗ്രാമിലൂടെ ജോജു തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഒരു കാർത്തിക് സുബ്ബരാജ് ചിത്രത്തിൽ 2ാം തവണയാണ് ജോജു അഭിനയിക്കുന്നത്. ജഗമേ തന്ത്രമാണ് ആദ്യം അഭിനയിച്ച ചിത്രം. വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ ജിഗർത്താണ്ട XX ശേഷം കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ടൈറ്റിൽ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. പൂജ ഹെഗ്ഡെ നായികയാവുന്ന ചിത്രത്തിൽ കരുണാകരനും സുജിത് ശങ്കറും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. മാർച്ച് 28 പ്രഖ്യാപിച്ച ചിത്രമാണിത്. ലവ് ലാഫ്റ്റർ വാർ എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. താൻ നായികയാകുന്ന സിനിമകളുടെ പ്രമോഷൻ പരിപാടികളിൽ പോലും പങ്കെടുക്കാത്ത താരമാണ് നയൻതാര. പ്രമോഷൻ പരിപാടികളിലെ നയൻതാരയുടെ അസാന്നിധ്യം ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നേസിപ്പായ എന്ന പുതിയ തമിഴ് ചിത്രത്തിന്റെ ലോഞ്ച് ചടങ്ങിൽ പങ്കെടുത്തിരിക്കുകയാണ് നയൻതാര.
ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണുവർദ്ധന് വേണ്ടിയാണ് താനിവിടെ വന്നത് എന്നാണ് നയൻതാര ചടങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണയായി സിനിമാ പരിപാടികളിൽ താൻ പങ്കെടുക്കാറില്ല. എന്നാൽ വിഷ്ണുവർദ്ധനെയും അനുവർദ്ധനെയും കഴിഞ്ഞ 15 വർഷമായി തനിക്കറിയാം. ഇതൊരു കുടുംബം പോലെയാണ് എനിക്ക്, ഇവിടെ വരാതിരിക്കാനാകില്ല എന്നാണ് താരം പറഞ്ഞത്. 9 വർഷത്തിന് ശേഷം വിഷ്ണുവർദ്ധൻ സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയാണ് നേസിപ്പായ. ആകാശ് മുരളിയും അതിഥി ശങ്കറുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. നടൻ അഥർവയുടെ സഹോദരനാണ് ആകാശ്. അഡ്വഞ്ചർ ലവ് സ്റ്റോറിയാണ് ചിത്രം പറയുന്നത്. യുവൻ ശങ്കർ രാജ ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നു. വിഷ്ണുവർദ്ധനും നീലൻ ശേഖരും ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. രജനീകാന്ത് ശങ്കർ കോംബോയിലെത്തിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലൊന്നാണ് എന്തിരൻ. 2010 റോബോട്ടിന്റെ കഥ പറഞ്ഞ് എത്തിയ ചിത്രം ഇന്ത്യൻ സിനിമയിലെ വിസ്മയങ്ങളിലൊന്നാണ്. എന്നാൽ ഇത് വർഷങ്ങൾക്ക് മുൻപ് കമൽഹാസനെ നായകനാക്കി ശങ്കർ പ്ലാൻ ചെയ്ത ചിത്രമായിരുന്നു. പ്രീതി സിന്റയെ നായികയാക്കി ചെയ്യാനിരുന്ന ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീടാണ് രജനിയെയും ഐശ്വര്യ റായിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചിത്രം എത്തിയത്. ചിത്രത്തിൽ നിന്നും പിന്മാറിയതിനെ പറ്റി സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കമൽഹാസൻ. ഇന്ത്യൻ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എന്തിരന്റെ കഥ കേൾക്കുന്നത്. വല്ലാതെ അത്ഭുതപ്പെടുത്തിയ കഥയായിരുന്നു. സിനിമയുടെ തിരക്കഥാകൃത്തും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ സുജാത പറഞ്ഞത് ഇത് നീ തന്നെ ചെയ്യണം എന്നായിരുന്നു. എന്നാൽ ആ സമയത്ത് ഒരുപാട് ബജറ്റ് ആവശ്യമായിരുന്ന സിനിമയായിരുന്നു അത്. മറ്റ് സിനിമകളെക്കാൾ അധികം ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. നേരത്തെ ഏറ്റുപോയ വേറെ സിനിമകൾ കാരണം ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എന്റെ സുഹൃത്ത് രജനീകാന്ത് കറക്റ്റായ സമയത്ത് എന്തിരൻ ഏറ്റെടുത്ത് അത് വലിയ വിജയമാക്കി എന്നാണ് കമൽഹാസൻ പറയുന്നത്. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിലെ വില്ലൻ വേഷം നിരസിച്ചതിനെ കുറിച്ചും താരം തുറന്നു പറയുന്നുണ്ട്. 2ാം ഭാഗം ഒരുക്കുന്ന സമയത്ത് വില്ലനായ പക്ഷിരാജനെ അവതരിപ്പിക്കാൻ എന്നെ ശങ്കർ സമീപിച്ചിരുന്നു. എന്നാൽ കുറച്ചുനാൾ കൂടി നായകനായിരിക്കണമെന്ന് ഞാൻ ശങ്കറിനോട് പറഞ്ഞു. അതിനുശേഷം അക്ഷയ് കുമാർ പക്ഷിരാജനെ അവതരിപ്പിച്ചു എന്നാണ് കമൽഹാസൻ പറയുന്നത്. ഇന്ത്യൻ 2 എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് കമൽഹാസൻ എന്തിരനെ കുറിച്ച് സംസാരിച്ചത്.